കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വിവിധ സംയുക്ത നാമങ്ങളിലൂടെ കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണം കർത്താവ് സഹായിച്ചല്ലോ. നിങ്ങൾക്ക് ഈ ഓരോ സന്ദേശങ്ങളും അനുഗ്രഹപ്രദമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ധാരാളം പേർ വിളിക്കുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട റെസ്പോൺസസ് നൽകുകയും ചെയ്യുന്നതിൽ ഞാൻ പ്രത്യേകം നന്ദിയുള്ളവനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് യഹോവ എലിയോൻ, യഹോവ അത്യുന്നതനായ ദൈവം എന്നുള്ളതായ ദൈവത്തിൻ്റെ സംയുക്ത നാമമാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് യഹോവ ശമ്മ, യഹോവ അവിടെ അല്ലെങ്കിൽ യഹോവ സന്നിഹിതൻ എന്നുള്ളതായ ആ സംയുക്ത നാമമാണ്. അതിനായി നമുക്ക് യഹസ്കേലിൻ്റെ പുസ്തകം 48 അധ്യായം 35 വാക്യം വായിക്കുന്നു. അതിൻ്റെ ചുറ്റളവ് 18,000 മുഴം. അന്നു മുതൽ നഗരത്തിന് യഹോവ ശമ്മ, യഹോവ അവിടെ എന്ന് പേരാകും. സാധാരണയായിട്ട് ഈ ഒരു പദം നമ്മൾ പാട്ടുകളിലൂടെയൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്, യഹോവ ശമ്മ. എന്നാൽ ഇതിൻ്റെ സാഹചര്യം, അർത്ഥം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ പേര് പറയുന്ന ഒരേ ഒരു സ്ഥലം വിശുദ്ധ വേദപുസ്തകത്തിൽ യഹസ്കേലിൻ്റെ പുസ്തകം 48 അധ്യായം 35 വാക്യമാണ്. യഹസ്കേലിൻ്റെ പുസ്തകം 40 മുതൽ 48 വരെയുള്ള വേദഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹസ്കേലിൻ്റെ മറ്റ് അധ്യായങ്ങളിൽ യെരുശലേമിനെക്കുറിച്ച് വളരെ വ്യക്തമായി കാണുന്ന പരാമർശം പോലെ ഈ 40 മുതൽ 48 വരെയുള്ള ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് യെരുശലേമിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അതിൻ്റെ കാരണമായി വേദശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് യെരുശലേമിന് ദൈവം പുതിയൊരു പേര് നൽകുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ പേര് പ്രത്യേകമായി പരാമർശിക്കുന്നില്ല. യഹസ്കേലിൻ്റെ പുസ്തകം 11 അധ്യായത്തിൽ യഹസ്കേൽ വളരെ ഭീതിജനകമായ ഒരു ദർശനം കാണാനിടയായി തീർന്നു. അത് മറ്റൊന്നുമല്ല, യെരുശലേം ദേവാലയത്തിൽ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം മാറിപ്പോകുന്നത്, വിട്ടുപോകുന്നത് തനിക്ക് കാണുവാൻ കഴിഞ്ഞു. അത് തന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭീകരമായ ഒരു ദർശനമായിരുന്നു. എന്നാൽ 43 അധ്യായത്തിൽ യഹസ്കേൽ വീണ്ടും ദർശനം കാണുമ്പോൾ താൻ കണ്ടു ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം യെരുശലേം ദേവാലയത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ട്. ആ സമയം മുതൽ യഹസ്കേലിൻ്റെ പ്രവചനങ്ങൾക്ക് വളരെ വ്യത്യാസമുണ്ട്. ദൈവം നൽകുന്ന പ്രതീക്ഷയിൽ താൻ പൂർണ്ണമായും സന്തോഷിക്കുന്നു. ഈ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകുന്നു. യെരുശലേം ദേവാലയത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം മടങ്ങി വരുന്നതുകൊണ്ട് ദൈവം പറയുന്ന ഒരു പുതിയ പേര്, യെരുശലേം നഗരത്തിൻ്റെ പുതിയൊരു പേര് യഹോവ ശമ്മ, യഹോവ അവിടെ അല്ലെങ്കിൽ യഹോവ സന്നിഹിതൻ ആയിരിക്കും. ഇത് നമുക്ക് നൽകുന്ന പ്രത്യാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ യെരുശലേമിനെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചു പറയുമ്പോൾ തന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് പ്രാദേശികമായി യെരുശലേമിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്ന്. അല്ല, അങ്ങനെയല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആത്മീക യെരുശലേം എന്നുള്ളത്. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ആത്മീക യെരുശലേം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചന നൽകുന്നത്. ആത്മീയ യെരുശലേം എന്നുള്ള ആ അർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവചനികമായി പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം, അതായത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിന് ശേഷം 7 വർഷങ്ങൾ ഇവിടെ അന്തിക്രിസ്തു ഭരിക്കുമെന്നും അതിനുശേഷം ദൈവം അന്തിക്രിസ്തുവിനെ പരാജയപ്പെടുത്തി ഒരു പുതിയ ഭരണം, അതായത് 1000 വർഷത്തേക്കുള്ള ഒരു സഹസ്രാബ്ദ ഭരണം ദൈവം സ്ഥാപിക്കുമെന്നും അതിൻ്റെ ന്യായപാലകൻ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു ആയിരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് തരുന്നുണ്ട്. അന്ന് ഈ യെരുശലേമാണ് ലോകത്തിൻ്റെ മുഴുവനും ക്യാപിറ്റലായി നിൽക്കുന്നത്. കർത്താവ് താനും അവിടെ ഭരണം നടത്തുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യഹോവ ശമ്മ എന്ന് സൂചിപ്പിക്കുന്നത് ഈ സഹസ്രാബ്ദ ഭരണകാലത്ത് ദൈവം നമ്മോടുകൂടെ ഇരിക്കുമെന്നും എന്നു മാത്രമല്ല അതിന് ശേഷവും അന്ത്യ ന്യായവിധിക്ക് ശേഷം ദൈവം തൻ്റെ മക്കളോടുകൂടെ എന്നേക്കും വസിക്കുന്നു എന്നുള്ളതായ ആ വലിയ പ്രവചനിക കാഴ്ചപ്പാടിനെയാണ് ഇവിടെ യഹസ്കേൽ പ്രവചനമായി സംസാരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇതിനെ സാധൂകരിക്കുന്നതായ ഏതാനും ചില വാക്യങ്ങളുണ്ട്. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും,
ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. നോക്കിക്കേ, എത്ര വലിയ ഭാഗ്യമാണിത്. ഇന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഇന്നെന്തുകൊണ്ട് ദൈവം അങ്ങനെ വസിക്കുന്നില്ല? ഇന്ന് ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം ദൈവമായി തന്നെ, അവൻ നമുക്ക് ദൃശ്യമായി തന്നെ അവൻ നമ്മളോടുകൂടെ വസിക്കുന്ന ഒരു കാലം വരുന്നുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പറയുന്നു. ആ കാലം മുതൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വെളിപ്പാട് പുസ്തകം 21 അധ്യായം 4 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിമേൽ ആരും കരയില്ല, ദുഃഖമില്ല, വിലാപമില്ല, കഷ്ടതയില്ല, കണ്ണുനീരില്ല, ഇതൊന്നും ഇല്ലാത്തതായ ഒരു കാലം വരുന്നുണ്ട്. എപ്പോഴാ? യഹോവ ഷമ്മ, യഹോവ സന്നിഹിതൻ ആകുമ്പോൾ. 21 അധ്യായം 5 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളിച്ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവർ കൽപ്പിച്ചു. അപ്പോൾ യെരൂശലേം നഗരത്തിൻ്റെ പേര് ഇനി മുതൽ യഹോവ ഷമ്മ എന്നാണ്. ഇത് ഭാവികാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ ഈ നഗരത്തിൽ നമുക്ക് ഓഹരി ലഭിക്കണമെങ്കിൽ, യഹോവ ഷമ്മ എന്നുള്ള ആ അനുഭവം നമ്മൾ പ്രാപിക്കണമെങ്കിൽ നാം നിത്യജീവനെ അവകാശമാക്കണം. ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിൽ തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിയും നിത്യജീവന് ഉടമകളായി തീരും. അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യപദവിയാണ് അവനോടുകൂടെ 1000 ആണ്ട് വാഴുക എന്നുള്ളത്. നമ്മുടെ കണ്ണുനീരും നമ്മുടെ വിലാപവും നമ്മുടെ ദുഃഖവും എല്ലാം മാറിപ്പോകും. ഇന്ന് നമുക്കറിയാം, ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ണുനീരിനും ദുഃഖത്തിനും യാതൊരു കുറവുമില്ല. എത്ര സുഖസൗകര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാലും ദുഃഖത്തിനും കണ്ണുനീരിനും യാതൊരു കുറവുമില്ല. പലരും ചിന്തിക്കാറുണ്ട്, കുറച്ച് പണം ലഭിച്ചാൽ, സൗകര്യങ്ങൾ കൂടിയാൽ, മക്കൾ വിദേശത്തേക്ക് പോയി ജോലി ചെയ്താൽ, നല്ല നിലയിൽ അവരെ കെട്ടിച്ചയച്ചാൽ ഞങ്ങളുടെ ദുരിതം മാറും. ഇല്ല, ചോദിച്ചു നോക്ക്. അങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രാപിച്ചവരോട് ചോദിച്ചു നോക്ക്. അവർ പറയും, ദുഃഖം കൂടുകയല്ലാതെ, മുറവിളി കൂടുകയല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ലോകത്തിൽ നമുക്ക് സുഖ സൗകര്യങ്ങൾ നാം പ്രതീക്ഷിച്ചാൽ അതൊന്നും ലഭിക്കാൻ പോകുന്നില്ല. കഷ്ടവും ദുഃഖവും മാത്രമേ എന്നും എന്നും ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ ലോകത്തിൽ നാം പ്രത്യാശ വെച്ച് ഒരു സുഖത്തിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി കാത്തിരുന്നാൽ അത് ലഭിക്കയില്ല എന്നുള്ള ഉറപ്പ് നമുക്കുള്ളപ്പോൾ തന്നെ നമുക്ക് പ്രത്യാശിക്കുവാൻ ഒരു കാര്യമുണ്ട്. നമ്മുടെ കണ്ണുനീര് മാറാൻ പോകുകയാണ്, നമ്മുടെ ദുഃഖം മാറാൻ പോകുക, നമ്മുടെ വിലാപം മാറാൻ പോകുക. പക്ഷേ എന്ന് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കുകയും, നോക്കിക്കേ, ക്രിസ്തുവിൽ മരിച്ചവർ, നാം ക്രിസ്തുവിലായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരുകയുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തുവിൽ ആയിട്ടില്ലെങ്കിൽ, നിത്യജീവനെ അവകാശമാക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് അവകാശമാക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഇന്ന്. നാളത്തേക്ക് നമ്മൾ മാറ്റിവെക്കരുത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അധികം അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഹോവ ഷമ്മ, യഹോവ അവിടെ, യഹോവ സന്നിഹിതൻ എന്നുള്ളതായ ആ അനുഗ്രഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതെ, ആ യെരൂശലേം എന്ന് പറഞ്ഞാൽ യഹോവ ഷമ്മ, ആ യഹോവ ഷമ്മ എന്ന പട്ടണത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിനോടുകൂടി 1000 ആണ്ടുകൾ വാഴുവാൻ ദൈവം നമ്മെ ഇടയാക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, യഹോവ ഷമ്മ, യഹോവ സന്നിഹിതൻ എന്നുള്ളതായ ആ സന്ദേശം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളൊരു കാര്യം വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തു, ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ നാൾ ഏറ്റവും അടുത്തു. അത് സംജാതമാകുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.